ഹായ് മക്കളെ, +2 വിദ്യാർത്ഥികളുടെ ഫിസിക്സ് എക്സാമും CS-ഉം അതേപോലെ തന്നെ ഇന്ന് മാത്സും കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഈ പരീക്ഷ എന്നുള്ളത്. ഒരു കാര്യം പകല് പോലെ വ്യക്തമാണ്, 3 പരീക്ഷകൾ കഴിഞ്ഞപ്പം പാറ്റേണിൽ കൃത്യമായിട്ട് മാറ്റം വന്നിരിക്കുന്നു. പണ്ടത്തെ പോലെ സ്ഥിരം വരുന്ന ചോദ്യങ്ങളൊന്നും കാണാനായില്ല എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ എന്തുണ്ട്, ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ +1 എക്സാമിന് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായപ്പോൾ, ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായപ്പം ഞാനൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിനെയൊക്കെ ചീത്ത വിളിച്ചിട്ട്. അപ്പം ഞാനൊക്കെ പറഞ്ഞൊരു പ്രധാന ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്ക് പാറ്റേൺ മാറ്റമുണ്ടെങ്കിൽ അത് കുട്ടികളെ എന്ത് ചെയ്യണം, ആദ്യം തന്നെ അറിയിക്കണം. ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും സാധാരണ ചോദിക്കുന്ന പോലെ തന്നെ ചോദ്യം കൊടുത്തിട്ട് ഫൈനൽ എക്സാമിന് മാറ്റുന്നത് കുട്ടികളോട് ചെയ്യുന്ന ചതിയാന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് മോഡൽ എക്സാമിനെങ്കിലും നിങ്ങൾ ആ മാറ്റം കാണിക്കണമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇത്തവണ എന്താണ്, ക്രിസ്മസ് എക്സാം മുതൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള മാറ്റം വന്നു. മാട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ എന്നും പറയുന്നതാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഒരു മാട്രിക്സ് തന്നിട്ട് അതിനെ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അതൊന്നും ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ മാട്രിക്സിലെ ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊരു ഔട്ട് ഓഫ് സിലബസോ ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തുള്ളതൊന്നുമല്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ച് ഒരു ചോദ്യം എങ്ങനെ അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യം വന്നിട്ടുള്ളത്. സോ ഇനിയുള്ള ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾ മാറാൻ തയ്യാറാണോ എന്നുള്ളതാണ്. മാറ്റം ഉറപ്പായിട്ടും മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി വെറുതെ ആ ഒരു ശുഭപ്രതീക്ഷയിൽ കാര്യമൊന്നുമില്ല. എന്ത് ഫൈനൽ എക്സാം പണ്ടത്തെ പോലെ ആണെങ്കിൽ വെറുതെ നമ്മൾ പഠിച്ച വേസ്റ്റ് ആണെന്നുള്ള ചിന്തക്ക് കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അതായത് എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബാച്ചാണ്, ഒരുപാട് കുട്ടികൾക്ക് നല്ല സ്കോർ കിട്ടുന്ന ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബർ അവസാനം തുടങ്ങുന്നത്, ക്രിസ്മസിന് ശേഷം. അതിലുള്ള റെക്കോർഡിംഗ് അടക്കം എന്താണ് ഞങ്ങൾ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ, അത് മതിയാവില്ല, കുറച്ചും കൂടെ ഡെപ്തിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആക്കി പഠിപ്പിക്കും. അപ്പം ആ ഒരു ലെവലിൽ ഞങ്ങൾ പോലും എന്താണ്, ആ വരാനിരിക്കുന്ന സംഭവത്തെ കുറിച്ച് എന്താണ് ജാഗരൂകരായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാഘവത്തോടെ എടുക്കരുത് മക്കളെ. ക്രിസ്മസ് എക്സാം ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എന്താണോ ലൈവിൽ പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ ലൈവ് കാണുന്നത് എന്താണോ നിങ്ങൾ പഠിക്കുന്നത്, റിവൈസ് ചെയ്യുന്നത്, അത് പഠിച്ചു പോവുക, പ്രാർത്ഥിക്കുക അത് വരുമോ ഇല്ലയോ എന്ന്. പക്ഷേ എന്താണ്, ക്രിസ്മസ് എക്സാം കഴിഞ്ഞാലും ജനുവരിയും ഫെബ്രുവരിയും നമുക്കുണ്ട്, മാർച്ച് എക്സാമിൻ്റെ ഇടയിലും കുറച്ചൊക്കെ ഹോളിഡേയ്സ് ഉണ്ട്. ആ 3 മാസം നിങ്ങൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് ടഫായിട്ടുള്ള ഒരു എക്സാമാണ് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അല്ലെ അവസാനത്തെ ഒരാഴ്ച ലൈവ് കണ്ടിട്ടൊന്നും നല്ല മാർക്കിലേക്ക് എത്തൽ നടക്കൂല. കാരണം ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, നിങ്ങൾക്കറിയില്ലേ. അതായത് പരീക്ഷയുടെ തലേന്നുള്ള 5-6 മണിക്കൂറിൽ 10-15 പാഠം പഠിപ്പിക്കുമ്പോൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വരാറുണ്ടായിരുന്നു സാധാരണയായിട്ട്, പക്ഷെ ഇത്തവണ അത് വന്നിട്ടില്ല. നാളെ കെമിസ്ട്രിയാണ്, നമുക്കൊന്നും കൂടെ നോക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരൊറ്റ സാറേ അപ്പം എങ്ങനെയാ ചെയ്യാന്നുള്ളതിലൊക്കെ എന്തേ ഉള്ളൂ, ഒരു പാർട്ടേ ഉള്ളൂ. എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ പഠിക്കൽ നിങ്ങളായിരിക്കണം. ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക, ഡെയിലി ടൈം സ്പെൻഡ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെഡി ആവണം. ഇവിടെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന് ആരെയും പരീക്ഷ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കുന്നതിലൊന്നും എന്തില്ല. നമുക്ക് വെറുതെ ആവശ്യത്തിന് വേണമെങ്കിൽ 2 തെറി വിളിക്കാന്നല്ലാതെ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമല്ലേ. മാത്സ് എക്സാം നമ്മൾ തെറി വിളിച്ചിട്ട് മാറ്റി എടുത്തിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം എന്താണ്, ഇവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമായിരിക്കും അല്ലേ. മാത്സ് ലാസ്റ്റ് പഠിച്ചോണ്ടല്ലേ +1 നിങ്ങൾക്ക് എത്ര മാർക്ക് പോയത്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പഠിക്കുമെന്ന് എന്ത് ചെയ്യണം, നിങ്ങളിപ്പം ജസ്റ്റ് ഒരു തീരുമാനം എടുക്കുക, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. പഠിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇഫ് യു തിങ്ക് ഈ ഒരു വീഡിയോ ബാക്കി +2 കുട്ടികളും കൂടെ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യാം.